ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറീഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ ചിന്താ വിഷയം ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ ഗ്രേസ് പീരീഡ് എന്നാൽ എന്താണ്? ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് പ്രീമിയം റിന്യൂ ചെയ്യാൻ അല്ലെങ്കിൽ പോളിസി റിന്യൂ ചെയ്യാൻ കിട്ടുന്ന ടൈം പീരീഡിനെയാണ് ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നോർമലായിട്ട് ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത് 30 ദിവസമാണ്. അപ്പം നമ്മൾ ഒരു പോളിസി എടുത്ത് അത് ഓരോ വർഷം റിന്യൂ ചെയ്ത് പോകണം. അതാണ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കേസിൽ വരുന്നത്. അങ്ങനെ ഓരോ വർഷം നമ്മൾ റിന്യൂ ചെയ്ത് പോവാനായിട്ട് നമുക്ക് ഒരു ഗ്രേസ് പീരീഡ് കിട്ടുന്നുണ്ട്. ഇപ്പം ഇന്നിപ്പോൾ ഡേറ്റ് ഒരു 15-ാം തീയതിയാണ് നമ്മുടെ ഡേറ്റിൽ. ആ ഒരു 30 ദിവസം അടുത്ത ഒരു 14-ാം തീയതി വരെ നമുക്കത് പുതുക്കാനുള്ള ടൈം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ആ സമയത്തിനുള്ളിൽ നമുക്ക് അത് പുതുക്കാം. പക്ഷേ എപ്പോഴും ഞാൻ പറയുന്നു, ഹെൽത്ത് ഇൻഷുറൻസ് ആണ്, നിങ്ങൾ എപ്പോഴും ഡേറ്റിന് ഒരാഴ്ച മുന്നെയെങ്കിലും അത് പുതുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഒരാഴ്ച മുന്നേ തന്നെ അത് പുതുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഡേറ്റിൽ 15-ാം തീയതി തുടങ്ങി തന്നെ അത് പുതിയ പോളിസി ആക്റ്റീവായി കണ്ടിന്യൂഷനായിട്ട് കിട്ടുന്നു. ഇനി അഥവാ നമുക്ക് ഏതെങ്കിലും കാരണവശാൽ അത് പുതുക്കാൻ സാധിച്ചില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഗ്രേസ് പീരീഡ് നോക്കേണ്ടത്. പക്ഷേ എങ്ങനെ നമ്മൾ ഗ്രേസ് പീരീഡ് നോക്കി ചെയ്യുമ്പോൾ നമ്മൾക്കിപ്പോൾ 15-ാം തീയതി പുതുക്കേണ്ട ഒരു പോളിസി ആണെങ്കിൽ ഗ്രേസ് പീരീഡ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മളത് വൈകിക്കും തോറും നമ്മൾ അടുത്ത ഒരു 10-ാം തീയതി ആകുമ്പോഴാണ് അത് പുതുക്കണമെങ്കിൽ ഈ ഒരു കാലയളവിൽ, അതായത് ഈ മാസം 15-ാം തീയതി തുടങ്ങി അടുത്ത 10-ാം തീയതി വരെയുള്ള ഈ കാലയളവിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് വന്ന് ഹോസ്പിറ്റലൈസേഷനോ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം കിട്ടത്തില്ല. കാരണം നമ്മൾ അവിടെ പോളിസി പുതുക്കിയിട്ടില്ല. ആ പോളിസി പുതുക്കാൻ 30 ദിവസം തരുന്നുണ്ട് എന്നതല്ലാതെ നമുക്ക് ആ ഒരു പീരീഡിൽ ഏതെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്ലെയിം കിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരാഴ്ച മുന്നേ തന്നെയെങ്കിലും അത് റിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഗ്രേസ് പീരീഡ് വച്ച് നോക്കേണ്ടത്. മനുഷ്യന്റെ അവസ്ഥയാണ്, അടുത്ത നിമിഷം എന്ത് വരുന്നോ എന്ത് അസുഖം വരുന്നോ ഒന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വൈറൽ ഫീവർ പോലെയുള്ള അസുഖങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും നേരത്തെ തന്നെ അത് പുതുക്കുക. 30 ദിവസം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ ആ പുതുക്കുന്ന വരെയുള്ള ആ ടൈമിൽ, അതായത് നമ്മുടെ പോളിസി കാലാവധിയും തുടങ്ങി നമ്മൾ എന്നാണോ അത് പുതുക്കുന്നത് അതുവരെയുള്ള ആ ടൈമിൽ നമുക്ക് യാതൊരുവിധ ക്ലെയിമും കിട്ടില്ല, നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഉപയോഗം കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഗ്രേസ് പീരീഡ് ഒന്നും നോക്കാതെ തന്നെ നേരത്തെ തന്നെ പുതുക്കാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് നമുക്കത് സാധിച്ചില്ലെങ്കിൽ മാത്രമാണ് ഈ 30 ദിവസത്തിനുള്ളിൽ പുതുക്കേണ്ടത്. ആ 30 ദിവസത്തിനുള്ളിൽ പുതുക്കി കഴിയുമ്പോൾ എന്ന് നമ്മൾ പുതുക്കുന്നു അന്ന് തുടങ്ങി ആ പോളിസി ആക്റ്റീവ് ആകുന്നു, നമുക്ക് കണ്ടിന്യൂഷൻ എല്ലാം കിട്ടുന്നു. പക്ഷെ ഈ ഒരു പീരീഡ് വരെയും നമുക്ക് അതിനുള്ളിൽ നമ്മൾ പുതുക്കുന്ന ആ പീരീഡ് വരേക്കുള്ളിൽ നമുക്ക് ക്ലെയിമിന് അർഹത ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയ അറിവുകളിലേക്ക് അടുത്ത എപ്പിസോഡുമായി വരും വരെ എല്ലാവരും സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.